പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇൻട്രൊഡക്ഷൻ അവളുമാർ തന്ന സ്ഥിതിക്ക് ഞാനെന്നാ ബാക്കി ചരിത്രം പറയാം. സ്ട്രൂവിൻ്റെ മോള് സച്ചു നാട്ടിൽ നിന്ന് വെക്കേഷന് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ ദുബൈ കാണിക്കുക എന്നുള്ള വ്യാജേന നമ്മളെല്ലാവരും കൂടെ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ കറക്കം അവളുടെയും എക്സൈറ്റ്മെൻറ്റും മുഴുവൻ നമ്മുടെയും. അങ്ങനെയാണ് ഒരുപാട് നാളായി ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നിട്ട്. പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഞങ്ങൾ മൂന്നാളും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഇങ്ങനെ ചുറ്റി കറങ്ങുന്നു കേട്ടോ. ജീവിതം ഏതാണ്ടൊക്കെ അങ്ങനെയാണല്ലോ, വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. പുറത്തിറങ്ങിയ ഇവളുമാരുടെ പ്രധാന പരിപാടി കറണ്ട് ട്രെൻഡിങ് ഡാൻസ് റീൽ പിള്ളേരെ കൊണ്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. അവളുമാരാണെങ്കിൽ അതനുസരിച്ച് നിന്ന് കൊടുക്കുകയും ചെയ്യും. അല്ലേലും പച്ചമുളക് വെത്തിട്ട് ചീര മുളക്കില്ലല്ലോ. രണ്ടിനെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ചെന്നിട്ട് രണ്ടും കൂടെ എന്നെ പിടിച്ച് വട്ടം വട്ടം നാരങ്ങ കളിക്കുമായിരുന്നു. നിൽക്കണേ എവിടെയെന്ന് പറയാൻ എനിക്ക് നിൽക്കാൻ പറ്റണ്ടേ? മനസ്സെത്തുന്നിടത്ത് മേലെത്തണില്ല കുട്ടികളെ. 90s കിഡ്സിനൊക്കെ പ്രായമായി എന്നുള്ള സത്യം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങണം. 2025 റെസൊല്യൂഷൻ അതാണ്. പിന്നെ പിള്ളേർ എന്നായെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതാണ് നമ്മളതങ്ങ് നടത്തി കൊടുക്കണം. നാണക്കേടൊന്നും നോക്കിയില്ല. ദുബൈ മോളിൻ്റെ പടിപ്പുരയിൽ വെച്ച് ഞങ്ങളങ്ങോട്ട് വട്ടം വട്ടം നാരങ്ങ കളിച്ചു. എന്തൊരു വൈബായിരുന്നു. ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാലേ, പിള്ളേരെ നൈസായിട്ട് അവന്മാരെ ഏൽപ്പിക്കുക, നമുക്ക് അങ്ങോട്ട് കറങ്ങി നടക്കാം. അതിന് സമ്മതിക്കണ്ടേ? 2 അടി നടക്കും, പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു നമുക്ക് തള്ള വൈബായിട്ടില്ല എന്നും നമ്മളിപ്പോഴും സിമിട്ടനായിട്ട് നടക്കുന്നു എന്നും. പക്ഷെ 2 അടി നടക്കുമ്പോഴേക്കും കിതപ്പന്നെ. പറയുമ്പോൾ ഞങ്ങൾ അടുത്തൊക്കെയാണ്. ഒരു വൈകുന്നേരം അങ്ങോട്ട് പോയാൽ എല്ലാവരെയും കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് സമാധാനം പോലെ വരാം എന്നൊക്കെയാണ് വെച്ചാലും ജീവിത പ്രാരാര കാരണേ കഴിഞ്ഞ ഓണത്തിന് കണ്ടിട്ട് പിന്നെ ഈ ന്യൂ ഇയറിനാണ് ഞങ്ങൾ കാണുന്നത്. അതും സച്ചു വന്നിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്നങ്ങോട്ട് പോകാൻ പറ്റിയതെന്നാണ്. ഇവളുമാരുടെ ഈ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് കുശുമ്പ് കയറിയിട്ട് ഞാൻ പിന്നെ ഓടിച്ചാടി പോയതാണ് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്നതാണെങ്കിലും ഞങ്ങളും പിള്ളേരും ഫസ്റ്റ് ടൈം കാണുന്നതൊക്കെ ആണെങ്കിലും അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും സച്ചുവിനെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്ത് സച്ചുവിനെയും റേച്ചുവിനെയും എക്സൈറ്റഡ് ആക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ എല്ലാവർക്കും. അതുകൂടാതെ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് തന്നെ ഒരു സൈഡിൽ, കാരണം നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ. ദുബായ് മാളിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ട്, 1-2 തവണയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെയിം വൈബുള്ള, നമ്മുടെ സന്തോഷം എന്താ പറയുക, അതേപോലെ തന്നെ ഉള്ള നമ്മുടെ ഒരു സെയിം ഗ്യാങ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന പോലെ ആവില്ല നമ്മൾ വല്ല തിരക്കിൽ എന്തിനേലും കാര്യത്തിന് പോകുമ്പോഴൊക്കെ കേട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ദുബായ് മാളിൽ ഫുള്ള് ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. യൂഷ്വലി ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ന്യൂ ഇയറിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതും ഈ എന്താ പറയുക യെല്ലോ കളർ ലൈറ്റ്സില്ലേ, അതിനൊരു പ്രത്യേക വൈബാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് നമ്മൾ അനുഭവിച്ച്, പിന്നെ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. ജ്വൽസ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും നമുക്ക് ഭയങ്കര അത്ര അഫോർഡബിൾ ഒന്നുമല്ല, നമുക്കിങ്ങനെ കാണാം. അങ്ങനെയൊക്കെ തന്നെ നാട്ടിലാവുമ്പോൾ ഇതേപോലെയായിരുന്നു. നല്ല വിലയുള്ള ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ച് കണ്ട് മനസ്സിലിങ്ങനെ ഒപ്പിയെടുത്തിട്ട് വരും, എന്നിട്ട് അതേപോലത്തെ ടൈപ്പിച്ചെടുക്കും. അതിൻ്റെ പകുതി കോസ്റ്റിൽ. ഇത് കണ്ടോ, ഇത്രയും ധൈര്യം എനിക്ക് പണ്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഈ പബ്ലിക്കിൽ നിന്നിട്ട് ഡാൻസിൻ്റെ ABCD അറിയാത്ത ഞങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് ഈ ധൈര്യമൊക്കെ എവിടെ നിന്ന് കിട്ടിയതെന്ന് ഞാൻ ആലോചിക്കണേ. ഉളുപ്പില്ലായ്മ എന്നൊക്കെ വേണമെങ്കിൽ പറയാമല്ലേ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ അവന്മാർ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. എല്ലാവർക്കും പറ്റുന്നത് കൂടി മേടിക്കണമല്ലോ. പിള്ളേർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പിzzയും KFCയും അങ്ങനെയൊക്കെയാണ്. പിന്നെ ടെക്സസ് ചിക്കൻ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. Talking about my aunt. Then, guys, so today we are at Telangana. He got this one. നിങ്ങൾ ഇത്ര നേരം കണ്ടതും കേട്ടതും സച്ചുവിൻ്റെ റേച്ചുവിൻ്റെ വേർഷൻ ഓഫ് വ്ളോഗ്സ് ആണ് കേട്ടോ.
അവർ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ പിള്ളേർക്ക് ഫോണിലെല്ലാം അവൈലബിൾ ആണല്ലോ, അങ്ങനെ കണ്ടിട്ട് അവർ വ്ളോഗ് ചെയ്തതാണ്. അതിൽ നല്ല രസമുള്ളൊരു പോർഷൻ ഉണ്ട് കേട്ടോ. റേച്ചുമോള് സച്ചുവിനോട് ചോദിക്കുകയാണ് ഓരോരുത്തരെയും ഇഷ്ടമായോ എന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് ശ്രുതിനെ ഇഷ്ടമായോ എന്ന്. ശ്രുതി ആക്ച്വലി സച്ചുവിൻ്റെ അമ്മയാണ് കേട്ടോ. പക്ഷെ പിള്ളേർക്ക് അറിയില്ലല്ലോ, പിള്ളേർ മനസ്സിൽ കള്ളമില്ല എന്നാണല്ലോ. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുന്നു. നമ്മളിങ്ങനെ എത്രയൊക്കെ പിള്ളേർ കുറുമ്പ് കാണിച്ചാലും ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ അവർ അമ്മയുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തേക്ക് എത്തും കേട്ടോ. കാരണം റൈറ്റായിട്ട് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാരൻസ് തന്നെ നമ്മുടെ അടുത്ത് വേണം അല്ലേ. കുഞ്ഞിലെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. റേച്ചു ആണെങ്കിൽ ഫുള്ള് റേച്ചുവിനെ നമുക്കറിയാമല്ലോ കുറച്ചും കൂടി സച്ചുവിനേക്കാളും. അപ്പോൾ റേച്ചു ഇങ്ങനെ ഓരോന്നിങ്ങനെ തമാശ പറഞ്ഞിട്ടും പിന്നെ അവളുടേതായിട്ടുള്ള കുറേ നോട്ടി ടോക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഒത്തിരി നേരം വൈകിട്ടാണെങ്കിലും പിള്ളേർക്ക് അത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഞാൻ ഒരിക്കലും ഒരു നൈറ്റ് പേഴ്സൺ അല്ല കേട്ടോ, ഞാൻ ഏർലി മോർണിംഗ് പേഴ്സൺ ആണ്. അപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ സൈഡായി തുടങ്ങും. പിന്നെ നമ്മൾ മേടിച്ച ഫുഡൊക്കെ നമുക്ക് കഴിക്കാനാവാണ്ട് ബാക്കിയായി. അപ്പം ഞങ്ങൾ പാഴ്സലെടുത്തേക്ക് പോവുകയാണ്. പിന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വഴി അവർ മാപ്പ് നോക്കുകയാണ് മാളിൽ തന്നെ. നമുക്ക് എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തതെന്നും പിന്നെ ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഫുള്ള് വർത്താനം പറയായിരുന്നു, ഞാനും അൻസും സ്ട്രൂവും കൂടെ. തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു ഇത് ദുബായ് മോളിൻ്റെ ഒരു മിനിയേച്ചർ, ഒരു 3D മോഡലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് സച്ചുവിനെയും റേച്ചുവിനെയും കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം. നീ നോക്കമ്മ ബുർജ് ഖലീഫ എന്നും പറഞ്ഞിട്ട് സച്ചു അങ്ങനെ കാണിക്കുകയാണ്. എപ്പോഴും അതെ, അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോരുമ്പോൾ നമുക്കൊരു വിഷമമാണ് കേട്ടോ. പിന്നെ കുറേ നേരത്തേക്ക് നമ്മൾ രണ്ടാളും സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ വ്ളോഗ് ഇതുവരെ കണ്ടുവന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ.